ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനും ജീവകാരുണ്യ സഹായം എത്തിക്കാനും ആവശ്യപ്പെടുന്ന പ്രമേയം UN രക്ഷാസമിതി പാസാക്കി. ഇതാദ്യമായാണ് രക്ഷാസമിതി ഗാസയിൽ യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നത്. 15-അംഗ രക്ഷാസമിതിയിൽ 14 രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്ക് ദിനം ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇതാദ്യമായാണ് ഗാസയിലെ വെടിനിർത്തലിന് രക്ഷാസമിതി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ശ്രദ്ധേയമായ ഒരു ഇടപെടലും തീരുമാനവുമാണ്? തീർച്ചയായും സുരേഷ്, ഏറെ ശ്രദ്ധേയമായൊരു തീരുമാനം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അമേരിക്ക ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. നേരത്തെ ഇതേ സമാനമായ റെസൊല്യൂഷനുകൾ വരുമ്പോൾ അമേരിക്ക അതിനെ വീറ്റോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നതിൽ നിന്നും വിട്ടുനിന്ന് ഈ റെസൊല്യൂഷൻ പാസ്സാകുന്നതിനെ അമേരിക്ക പിന്തുണച്ചു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതായത് 15-അംഗ കൗൺസിലിൽ 14 അംഗരാജ്യങ്ങളും ഈ റെസൊല്യൂഷൻ ഈ പ്രമേയത്തെ അംഗീകരിക്കുകയും ചെയ്തു എന്നതാണ് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. തീർച്ചയായും ഇത് പാലസ്തീൻ വിഭാഗം, പാലസ്തീൻ അത് കൃത്യമായി സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. കാരണം 140-ൽ താഴെ ബന്ദികളാക്കപ്പെട്ടവർ ഇപ്പോഴും പാലസ്തീൻ്റെ ടണലുകളിൽ, അതായത് ഗാസയിലെ ടണലുകളിൽ ഈ ഗാസയിലെ ആ വിമതരുടെ നേതൃത്വത്തിൽ ഹമാസിൻ്റെ നിയന്ത്രണത്തിൽ കഴിയുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുമ്പോൾ അവരുടെ മോചനം സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനമുണ്ടാകും വരെ കർശനമായ നടപടികൾ തന്നെ ഉണ്ടാകുമെന്ന ഒരു നിലപാട് തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതേസമയം അമേരിക്ക ഈ പ്രമേയം പാസ്സാക്കുന്നതിന് അല്ലെങ്കിൽ പ്രമേയം യാഥാർത്ഥ്യമാക്കുന്നതിനെ പിന്തുണച്ചുവെങ്കിലും അത് പൂർണ്ണമായും തങ്ങളുടെ നിലപാടിൽ നിന്നുള്ള മാറ്റമല്ലെന്ന് ജോൺ കെർബി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ സമാധാനത്തിൻ്റെ ഒരു സന്ദേശമാണ് നൽകുന്നതെങ്കിൽ കൂടി ബന്ദികളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുണ്ടാകുമെന്ന് തന്നെ അറിയിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ബന്ദികളുടെ മോചനം സംബന്ധിച്ച നടപടികൾ ഉണ്ടാവുകയും എന്നാൽ മറ്റു അധിനിവേശ നടപടികളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഐസൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഹമാസ് ബന്ദികളാക്കി വെച്ച നിരവധി ഇസ്രയേലി ആൾക്കാരുണ്ട്. അവരുടെ ആ പൗരന്മാരുടെ മോചനമാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത്. അത് മാത്രമല്ല, ഇസ്രയേൽ ഒരിക്കലും ഹമാസിനെ കടന്നാക്രമിക്കുകയല്ല ചെയ്തത്. ഈ ഒരു അധിനിവേശം ഹമാസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ളൊരു ഭീകരാക്രമണം ഉണ്ടായത്. അതിനുള്ള തിരിച്ചടിയാണ് ഇസ്രയേൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ ഒരു ഏകപക്ഷീയമായ വെടിനിർത്തൽ അല്ലെങ്കിൽ ഈ ആക്രമണം അവസാനിപ്പിക്കുക എന്നുള്ളതിലുപരിയായിട്ട് ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകണം, ഇടപെടൽ ഉണ്ടാകണം. അതുകൂടി രക്ഷാസമിതിയുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലുള്ള ഒരു നീക്കവും പ്രതീക്ഷിക്കാമോ ഇനി? തീർച്ചയായും ഈ ബന്ദികളുടെ വിഷയത്തിൽ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ബന്ദികളുടെ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് തന്നെ ജോൺ കെർബിയും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും ഒരേപോലെ പറയുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്, അതായത് വായിച്ചെടുക്കേണ്ടത്, ഇത്തരത്തിൽ ബന്ദികളുടെ മോചനം സംബന്ധിച്ച നടപടികളിലേക്ക് നീങ്ങും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈനിക നടപടികൾ ആവശ്യമെങ്കിൽ തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഒരു പരസ്പരമായി കലുഷിതമായൊരു ബന്ധം നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അവരുടെ പൗരന്മാരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള സൈനിക നടപടികൾ സ്വാഭാവികമായും ഉണ്ടാകും. അതിനെ ഇസ്രായേലിനെ പിന്തുണയ്ക്കേണ്ട സാഹചര്യം തന്നെ നിലനിൽക്കുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഏതാണ്ട് 100,000-ഓളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് പാലസ്തീനിൽ നിന്നുള്ള പാലസ്തീൻ അറിയിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു തോതിലുള്ള ആൾനാശമുണ്ടാകുന്നു, അതുപോലെ തന്നെ സ്വത്തുക്കളുടെ നാശമുണ്ടാകുന്നു, നിരാശ്രയരായ കുറേ മനുഷ്യരുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ യുദ്ധത്തിൻ്റെ ഒരു ആഘാതം കുറയ്ക്കുക എന്ന ഒരു മാനുഷികമായ ഒരു ഉത്തരവാദിത്വം തീർച്ചയായും ലോകരാജ്യങ്ങൾക്കുണ്ട് എന്ന ഒരു തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ഈ പ്രമേയത്തെ പാസ്സാകുന്നതിന് വീറ്റോ ചെയ്യാതെ അത് പാസ്സാകുന്നതിന് അനുവദിക്കുകയും എന്നാൽ ആ പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തതിലൂടെ അമേരിക്ക നൽകുന്ന സന്ദേശം ബന്ദികളുടെ മോചനം സംബന്ധിച്ച് കൃത്യമായ നിലപാടുണ്ടാകുമെന്ന് തന്നെയാണ്. എന്നാൽ ബന്ദികളുടെ മോചനത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന ഒരു വിമർശനമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം തങ്ങൾക്കുണ്ടെന്ന കർശന നിലപാടിൽ അവരും ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഇനി വരുന്ന 10-15 ദിവസത്തേക്ക് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു അധിനിവേശ സ്വഭാവമുള്ള പരസ്പരം ആക്രമിക്കുന്ന ടാങ്കുകൾ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ടാങ്കുകൾ വഴിയുള്ള ആക്രമണം നടത്തുകയോ കരയിലോ അല്ലെങ്കിൽ കടലിൽ നിന്നുള്ള ആക്രമണം നടത്തുന്നതിനുള്ള സാധ്യത പൂർണ്ണമായും കുറയ്ക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു വശം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ചെങ്കടലിലെ ഹൂതി വിമതരുടെ ആക്രമണം, അതുപോലെ തന്നെ കടലിലെ ആ ചെങ്കടലിൻ്റെയും ആ കനാലിൻ്റെ സിയോസ് കനാലിൽ പാസേജിൻ്റെയും ഒരു കൃത്യത ഉറപ്പാക്കുന്നതിൽ അല്ലെങ്കിൽ അവിടുത്തെ ട്രാൻസ്പോർട്ട് കൃത്യമായി ഉറപ്പാക്കുന്നതിൽ ചില വീഴ്ചകൾ അന്താരാഷ്ട്ര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹൂതി വിമതരുടെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഹൂതി വിമതരുടെ ഒരു സാന്നിധ്യം ആ മേഖലയിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നയപരമായ
നീക്കം കൂടിയായി ഇതിനെ അന്താരാഷ്ട്ര വിദഗ്ധർ കണക്കാക്കുന്നുണ്ട്. അത്തരത്തിലൊരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഈ വെടിനിർത്തൽ വിജയിപ്പിക്കുന്നതിനുള്ളൊരു സാധ്യതയിലേക്ക് അമേരിക്ക നീങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ബന്ദികളുടെ കാര്യത്തിൽ അന്തിമമായ തീരുമാനമുണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം യുണൈറ്റഡ് നേഷൻ മനുഷ്യാവകാശ വിഭാഗം, UNHR കമ്മീഷൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. എന്നാൽ ഈ വെടിനിർത്തൽ പോലുള്ള സമാധാന ശ്രമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് ആന്റോണിയോ ഗുട്ടറസ് കൂടി വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായും യുണൈറ്റഡ് നേഷൻസും അതുപോലെ തന്നെ UN സെക്യൂരിറ്റി കൗൺസിലിലെ അംഗരാജ്യങ്ങളും മറ്റു രാജ്യങ്ങളുടെ പിന്തുണയും, അതായത് നേരത്തെ UN ജനറൽ കൗൺസിലെല്ലാം തന്നെ സീസ് ഫയറിനുള്ള പ്രമേയം പാസ്സായിരുന്നു, വൻ ഭൂരിപക്ഷത്തിൽ പാസ്സാവുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം, ബന്ദികളുടെ മോചനവും യാഥാർത്ഥ്യമാകണം. അല്ലാത്ത പക്ഷം ഈ ബന്ദികളുടെ മോചനത്തിനുള്ള നടപടികൾ, സൈനിക നടപടികൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നായാലും 10-15 ദിവസത്തേക്ക് വലിയൊരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു പൂർണ്ണമായ വെടിനിർത്തലിലേക്ക് ഗാസ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും നിരീക്ഷിച്ച് മനസ്സിലാക്കേണ്ടത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മൈസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.